പഠിപ്പിച്ച വിശ്വാസമുള്ള ആളുകൾക്ക് ഒരു പ്രയാസവുമില്ല. ഓരോ 5 വഖത്ത് നിസ്കാര ശേഷവും അവൻ പറയും, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത. പടച്ചോനെ, നീ തന്ന ഒരു പ്രശ്നം പരിഹരിക്കാൻ ലോകത്താരുമില്ല. നീ തന്നത് തടയാൻ ആളില്ല, നീ തടഞ്ഞത് തരാനും ആളില്ല. നീയാണ് പരിഹരിക്കേണ്ടത്, നീയാണ് തരേണ്ടത്, നീയാണ് തടയേണ്ടത്. അങ്ങനെ പറയേണ്ടവനോട് പറയേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മനസ്സമാധാനത്തിൽ ജീവിക്കുന്ന മറ്റൊരു മനുഷ്യൻ, മറ്റൊരു വിശ്വാസി ലോകത്ത് ആർക്കാ കാണാൻ കഴിയുക? എവിടെയാ കണ്ടെത്താൻ കഴിയുക? ഏകദൈവ വിശ്വാസത്തിന്റെ, മുത്തുനബി പഠിപ്പിച്ച ആദർശത്തിന്റെ മഹോന്നതമായ സ്റ്റാറ്റസ് ആണിത്, നിലപാടാണിത്. നമുക്കറിയില്ല. അറിയാത്തത് കൊണ്ട് നമുക്കിതിന്റെ മധുര്യം അനുഭവിക്കാൻ കഴിയുന്നില്ല. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഇസ്ലാമിന്റെ ദർശനത്തിന്റെ മാധുര്യം കണ്ട്, അതിന്റെ അജയ്യത കണ്ട്, അതിന്റെ ദിവ്യത്വം മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ആളുകൾ. കേരളത്തിൽ ഒരു മാധവിക്കുട്ടി കമലാ സുരയ്യ ആയപ്പോ എന്തൊക്കെ പുകിലായിരുന്നു. പക്ഷെ കമലാ സുരയ്യയുടെ അറിയപ്പെടാത്തൊരു ജീവിതം എന്ന നിലയിൽ പുതിയൊരു പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്. വായിച്ചു നോക്ക്. അത്ഭുതകരമായ ദിവ്യമായ ഒരു അനുഭൂതി ഇസ്ലാമിക വിശ്വാസം കൊണ്ട് നേടിയ ആ സാഹിത്യകാരി മനസ്സിലാക്കാൻ വിട്ടുപോയി പലരുമെന്നാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്ന മഹത്തായ ദർശനത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന നമുക്ക് അതിന്റെ മധുരവും അതിന്റെ സുഖവും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളിൽ എന്തൊക്കെയോ ഒരു തകരാറുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ആ തകരാറ് പരിഹരിക്കുക എന്നുള്ളതാണ് ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ. അറബിയിൽ ഇസ്ലാഹ് എന്ന പദത്തിന്റെ അർത്ഥം റിപ്പയർ ചെയ്യാന്നാണ്. എവിടെയോ ചിലതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്ന് പ്രചരിപ്പിച്ച ദീനുൽ ഇസ്ലാം, സ്വർഗത്തിലേക്ക് എത്തുന്ന മാർഗം, മാ അന അലൈഹി വസ്ഹാബി എന്ന് പറഞ്ഞ ആ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയ ആളുകളുണ്ടെങ്കിൽ അവരെ തിരിച്ചുകൊണ്ടുവരണം, അവരെ നന്നാക്കണം. അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് നാം പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക, അവിടത്തേക്ക് സ്വലാത്ത് ചെല്ലുക, അവിടുത്തെ അനുധാവനം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞോ അത് മുഴുവനും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ദുനിയാവ് വളരെ കുറഞ്ഞ കാലഘട്ടമുള്ളൂ. പരലോകത്തെത്തിക്കഴിഞ്ഞാൽ നേതാക്കന്മാര് കൂടെ ഉണ്ടാവൂലേ? ആൾക്കാർ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, നിങ്ങളിപ്പോ മുജാഹിദ് എത്ര ഗ്രൂപ്പാ, എത്ര സംഘടനയാണ്, എത്ര പിളരല, എന്തൊക്കെയാ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്, നിങ്ങൾ ഇപ്പം പറയുന്ന അടുത്ത മാറ്റി പറയോ? ഇങ്ങനെ പലതും ചോദിക്കുന്നവരുണ്ട്. കൂട്ടരെ, ഞാനീ പറഞ്ഞതൊന്നും മുജാഹിദിന്റെ ആദർശം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട. ഞാനൊന്നും അങ്ങനെയല്ല പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഖുർആൻ പറയുന്നു എന്നതല്ലാതെ ആ രീതിയിൽ നമ്മുടെ ആദർശം ഒന്ന് വിലയിരുത്തുകയും പരിശോധിക്കുകയും ചെയ്താൽ, ഇനി എത്ര ഗ്രൂപ്പായാലും സംഘടനയായാലും നമുക്ക് നമ്മളെ റബ്ബിനോട് എന്താ പറയാനുള്ളത്? ഞാൻ മുജാഹിദായി അതുകൊണ്ട് തന്നെ സ്വർഗത്ത് കടത്തണം എന്നാണോ? ഞാൻ സമസ്തക്കാരനേത് പഠിച്ചോനെ, സമസ്തയിൽ ഒരുപാട് ഉലമാക്കളും നേതാക്കന്മാരുണ്ട്, അതുകൊണ്ട് തന്നെ സ്വർഗത്ത് കടത്തണം എന്ന് പറയാൻ നമുക്ക് ന്യായമുണ്ടോ? അങ്ങനെ ഉണ്ട് ചില ആൾക്കാര്. എത്രയെത്ര ഉസ്താദുമാർ, എത്രയെത്ര സാദാത്യങ്ങളാണ് നമുക്ക് നേതൃത്വം തരുന്നത്. നമ്മൾ ഓലെ പിന്നിൽ നിന്നാ പോരെ, ഓല നമ്മളെ നരകത്ത് കൊണ്ടുപോകും. ഇൻഷാ അല്ലാഹ് ഖുർആൻ വളരെ കൃത്യമായി, വളരെ കൃത്യമായി ഇത് പറയുന്ന ആളുകൾക്ക് ഒരു താക്കീത് നൽകുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് കേൾപ്പിക്കാം. അപ്പോ സംഘടനകൾ കുറെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നാം പരലോകത്തെന്ത് മറുപടി പറയുമെന്നതിന് ഏതെങ്കിലും സംഘടനയുടെ പേരിൽ നമ്മൾ രക്ഷപ്പെടൂല. ഒരു ഉസ്താദും ഒരു മൗലവിയും ഒരു ശേഖും നമ്മുടെ കൈപിടിച്ച് സ്വർഗത്ത് കൊണ്ടുപോകൂല. അവിടെ ഒറ്റക്ക് മറുപടി പറയണം. ഖബറിലെത്തിക്കഴിഞ്ഞാൽ മലക്കുകൾ വരും. ആ മലക്കുകൾ ചോദ്യം ചോദിക്കും. കൂട്ടത്തിലുള്ള ഒരു ചോദ്യം, വമാ ഇമാമുക, നീ എന്തിനെ പിൻപറ്റി ജീവിച്ചടോ എന്നാണ്. വഖുർആനു ഇമാമീ, ഞാൻ പിൻപറ്റി ജീവിച്ചത് ഖുർആനാണെന്ന് ഞാനും നിങ്ങളും പറയണം. ഞാനും നിങ്ങളും ഖുർആൻ പഠിക്കുന്നുണ്ടോ? ഖുർആൻ മനസ്സിലാക്കുന്നുണ്ടോ? ഖുർആൻ ഓതി അർത്ഥം പറയുന്ന ഖുതുബ കേൾക്കുന്നുണ്ടോ? ഇതൊന്നുമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ നമ്മൾ ഖുർആൻ പിൻപറ്റി എന്ന് പറയാം? പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആൻ പിൻപറ്റി ജീവിച്ചു എന്ന് നാളെ ഖബറിലെത്തുമ്പോൾ നമുക്ക് പറയണമെങ്കിൽ ഒന്ന് പഠിക്കണ്ട. ഞാൻ ആദ്യം പറഞ്ഞ ഖുർആൻ എന്താ പറഞ്ഞത്? നിങ്ങൾ പഠിക്കുന്നില്ലേ എന്നാണ്. നമ്മൾ എന്താ പഠിച്ചത്? ഒരു മൊബൈൽ കിട്ടിയാൽ അതിലെങ്ങനെ ഫോട്ടോ എടുക്കുമെന്ന് പഠിച്ചു, അതിലെങ്ങനെ മെസ്സേജ് അയക്കുമെന്ന് പഠിച്ചു, അതിലെങ്ങനെയാ കോൾ ചെയ്യാന്ന് പഠിച്ചു, ആ കോൾ എങ്ങനെയാ അറ്റൻഡ് ചെയ്യാന്ന് പഠിച്ചു.
ഇങ്ങനെ നമുക്ക് വേണ്ട ദുനിയാവിന്റെ കാര്യങ്ങൾ, വീട്ടിലൊരു മിക്സി വാങ്ങിയാൽ നമ്മുടെ പെണ്ണുങ്ങന്മാരെ അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന പഠിക്കും. ഒരു ഓവൻ വാങ്ങിക്കൊടുത്താൽ അതിലെങ്ങനെയൊക്കെയാ ഭക്ഷണം പാകം ചെയ്യാന്ന് പഠിക്കും. ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കൊടുത്താൽ അതെങ്ങനെയാണ് തുറക്കുക, എങ്ങനെയാണ് ഓണാക്കുക, എങ്ങനെയാണ് ഏതൊക്കെ സാധനമാണ് വെക്കുക, ഇതൊക്കെ നമ്മൾ പഠിച്ചെക്കുന്നുണ്ടല്ലോ. ജീവിതം നൽകിയ പടച്ചോൻ എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞൊരു കാറ്റലോഗ് തന്നിട്ട് അതൊന്ന് പഠിക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ നമ്മളെ പോലെ നന്ദി കെട്ട വേറെ ഏതെങ്കിലും ജീവി ലോകത്തുണ്ടോ കൂട്ടാനെ? ഖുർആൻ എന്താ ചോദിക്കുന്നത്? വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആൻ വളരെ എളുപ്പമാണ് പ്രിയമുള്ളവരെ, ഖുർആൻ വളരെ എളുപ്പമുള്ളതാണ്. നമ്മളെന്താ പറഞ്ഞത്? ഖുർആനൊന്നും നമുക്ക് തിരിയില്ല. ഫഹൽ മിൻ മുദ്ദക്കിർ. ആരെങ്കിലും ഒന്ന് ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ തയ്യാറുണ്ടോ? ഖുർആൻ ചോദിക്കുന്ന ചോദ്യമാണ്. ഈ ചോദ്യത്തിന് നമ്മളെന്താ ഉത്തരം കൊടുത്തത്? നമുക്കോ അതിന് സമയോ അതിന് നേരോ അതിന് താല്പര്യമോ ഒന്നുമില്ല എന്നാണ്. കൂട്ടരെ, ഇത് നമ്മുടെ രക്ഷയാണ്, നമ്മുടെ പരലോകത്തിന്റെ വിജയമാണ്. പഠിക്കേണ്ടത് നമ്മളാണ് പഠിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഇഹലോകത്തുള്ള ജീവിതം പടച്ചവന്റെ ദാനമാണ്. ഈ ദാനം നൽകിയ ജീവിതത്തിൽ പടച്ചവൻ ആദരിച്ച് ബഹുമാനിച്ച ഒരേ ഒരു ജീവി നമ്മളാണ്. അതുകൊണ്ട് പടച്ചവൻ ഹുദൻ ലിൽ മുത്തഖീൻ, ഇത് വഴികാട്ടിയാണ്, ഇത് മാർഗദർശനമാണെന്ന് പഠിപ്പിച്ചതെന്നുകൊണ്ടാണ് ഇത് നമ്മുടെ കയ്യിൽ തന്നത്. നാം ക്ഷണിക്കുന്നത് പരിശുദ്ധ ഖുർആനിന്റെ ആശയത്തിലേക്ക് മാത്രമാണ്. ചില ആൾക്കാർ ചോദിക്കും, അതിനെല്ലാവരും ഖുർആൻ തന്നെയല്ലേ ഓതുന്നത്? നിങ്ങൾ ഖുർആൻ ഓതും, ഞാളുസ്താദുമാരും ഖുർആൻ ഓതും, മറ്റേ തബ്ലീഗുകാരും ഖുർആൻ ഓതും, ജമാഅത്താരും ഖുർആൻ ഓതും, തരീഖത്താരും ഖുർആൻ ഓതും, എല്ലാവരും ഖുർആൻ തന്നെയല്ലേ ഓതുന്നത്. കൂട്ടരെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഖുർആൻ ആരോതിയാലും ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ആർക്കാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അത് വിശദീകരിച്ചതിലൂടെ മനസ്സിലാക്കിയതാരാ? സഹാബികൾ. 1400 വർഷമായി അതിന്റെ വ്യാഖ്യാനങ്ങളും തഫ്സീറുകളും രേഖപ്പെടുത്തിയ മഹാന്മാരായ പണ്ഡിതന്മാർ. ഇവരൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. നേർവഴിയിലൂടെ സഞ്ചരിച്ച ഒരു വൻ വിഭാഗം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഖുർആൻ ഒരാൾക്ക് പെട്ടെന്ന് വളച്ചൊടിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ വളച്ചൊടിച്ചതാണോ സ്വന്തം വകയാണോ എന്ന് മനസ്സിലാക്കുക എങ്ങനെയാ? ഈ അടുത്ത് കോടമ്പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സംവാദം നടന്നു. വിഷയം എന്താണെന്നറിയോ? അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് നമ്മളെ ആൾക്കാര്, അല്ല അല്ലാത്തവരോടും പ്രാർത്ഥിക്കാൻ സഹായം ചോദിക്കാന്ന് മറുവിഭാഗം. അങ്ങനെ സ്വാഭാവികമായിട്ടും എന്താ തെളിവ് ചോദിക്കുമല്ലോ. നമ്മൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ മുതൽ ഒരുപാട് ആയത്തുകൾ, അത് നമ്മുടെ വകയല്ല, മുഫസ്സിരീങ്ങൾ പറഞ്ഞു, മലയാളത്തിലുള്ള പണ്ഡിതന്മാര് പറഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞല്ലോ കോഴിക്കോട് വലിയ കാലി അങ്ങനെ പറഞ്ഞു. ഇങ്ങനെ നിരന്തരം ഒരുപാട് ആയത്തുകൾ ഓതിയിട്ട് പറഞ്ഞു അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ് ഖുർആന്റെ തെളിവ്. ഇനി അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് എന്താ തെളിവ്? അപ്പൊ ഓത്തു വരുന്നു. ഏതാ? സൂറത്തു അൽ ബഖറയുടെ 104-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലൂ റാഇനാ വഖൂലു ഉൻദുർനാ. എന്താ ഇതിൽ പറയുന്നത്? എന്നിട്ട് പറയാണ്, ഇതാ ആയത്ത് മരിച്ചുപോയ മഹാന്മാരോട് പ്രാർത്ഥിക്കാൻ, ഖബറിലുള്ളവരോട് പ്രാർത്ഥിക്കാൻ, വൈദ്യശേഖരനോട് പ്രാർത്ഥിക്കാൻ ആ ആയത്ത് ഞങ്ങൾക്ക് തെളിവാണ്. അപ്പൊ നമ്മൾ ചോദിച്ചു, ഈ ആയത്ത് ആദ്യം ഇറങ്ങിയത് ആർക്കാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് പറഞ്ഞെടുത്തോ ഇത് മരിച്ചവരോട് പ്രാർത്ഥിക്കാനുള്ള ആയത്താണെന്ന്? ഇല്ല. പിന്നെ ഈ ആയത്തിന്റെ അർത്ഥം എന്താ? ഏ സത്യവിശ്വാസികളെ, ലാ തഖൂലു റാഇനാ, നിങ്ങൾ റാഇന എന്ന് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് പറയരുത്. പിന്നെയോ വഖൂലു ഉൻദുർന എന്ന പദപ്രയോഗം നടത്തണം. അഥവാ ഞങ്ങളെ ശ്രദ്ധിക്കണേ എന്ന് പദപ്രയോഗം നടത്തുമ്പോ ജൂതന്മാര് വന്നിട്ട് കളിയാക്കുന്ന ഒരു പദമാണ് റായിന എന്ന പദപ്രയോഗം. അത് മുഅ്മിനീങ്ങളെ നിങ്ങൾ നടത്തരുത്. നിങ്ങൾ അതിനുള്ള പെർഫെക്റ്റ് പദമായ ഉൻദുർന തന്നെ പദപ്രയോഗം നടത്തണം എന്ന് പഠിപ്പിക്കുന്ന ഒരായത്ത്. ആ ആയത്ത് സഹാബികൾ എന്താ മനസ്സിലാക്കിയത്? റസൂൽ